RSS രാജ്യവ്യാപകമായി സർവേക്ക് ഒരുക്കം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇപ്പോൾ RSSന്റെ തലവൻ മോഹൻ ഭഗവത് ഹരിയാനയിൽ എത്തിയിരിക്കുന്നു. ഹരിയാനയിൽ അദ്ദേഹം 300ഓളം RSSന്റെ മുതിർന്ന നേതാക്കന്മാരുമായി അല്ലെങ്കിൽ പ്രവർത്തകരുമായി സംവേദിക്കും. ഇത് ഈ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഹരിയാനയിൽ BJPയുടെ ഇല്ലെങ്കിൽ ഇനി മുമ്പോട്ടുള്ള പോക്ക് എങ്ങനെയാണ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ സീറ്റ് വിജയം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 300ഓളം പ്രവർത്തകരെ മോഹൻ കാണുന്നത്. ഈ നടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു യോഗം നടക്കുന്നിടത്ത് RSSന്റെ പ്രവർത്തകർ അല്ലാതെ മറ്റാരും തന്നെ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് RSSും എത്തിയിട്ടുണ്ട്. അത് അതീവ രഹസ്യമായി തന്നെയാണ് ഈ യോഗങ്ങൾ നടക്കുന്നത്. ഒപ്പം തന്നെ പരസ്യമായി നടക്കുന്ന ചില യോഗങ്ങളുമുണ്ട്. ഔദ്യോഗികമായി പറയുന്നത് ഇവിടെ ഈ മുൻ സൈനികരുടെ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് മോഹൻ ഭഗവത് എത്തുന്നത്. ഒപ്പം തന്നെ ചില കാര്യകർത്താക്കളും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. സാധാരണഗതിയിൽ RSS ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുമ്പ് തന്നെ വിവിധ സംസ്ഥാനങ്ങൾ അവരുടേതായ ഒരു സർവേ നടത്തുകയും ഈ സ്വയം സേവകരുടെ പക്കൽ നിന്നും ഒപ്പം തന്നെ സംഘ അനുഭാവികളിൽ നിന്നുമൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിലൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഹരിയാനയാണ് അവർ മുൻപോട്ട് വെക്കുന്നത്. അവിടെ ഈ ദുഷ്യന്ത് ചൗട്ടാലയുടെ പാർട്ടിയും BJPയും ചേർന്നാണ് ഭരിക്കുന്നത്. എന്നാൽ ഇത്തവണ തന്ത്രം ഒന്ന് മാറ്റിപ്പിടിക്കാൻ BJP ആഗ്രഹിക്കുന്നു. കാരണം കോൺഗ്രസിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് രണ്ടായി മത്സരിക്കുക, ഒടുവിൽ ആ ഇലക്ഷൻ കഴിയുമ്പോൾ വീണ്ടും ഒന്നാകുക എന്നൊരു തന്ത്രം. ഇത് പലയിടത്തും BJP പയറ്റി നോക്കിയൊരു തന്ത്രമാണ്. ഏതായാലും ആ രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്, ഇല്ലെങ്കിൽ BJPയുടെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ നിന്ന് കഴിഞ്ഞാൽ എത്ര വോട്ട് കിട്ടും, അത് അടിസ്ഥാനപരമായി അതിൻ്റെ ഒരു ഡേറ്റയാണ് RSS കളക്ട് ചെയ്യുന്നത്. അത്തരത്തിലൊരു നീക്കം ഇപ്പോൾ ഹരിയാനയിൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.